നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെരുന്നപ്പോപ്പിനെ കോഡ് പിടിപ്പിക്കാൻ കേരളത്തിൽ അങ്ങനൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ സതീശൻ സുകുമാരൻ നായരെ പലപ്പോഴും വെല്ലുവിളിച്ചു. പെരുന്നയിലെ തിണ്ണ നിരങ്ങാൻ തന്നെ കിട്ടില്ല എന്നതായിരുന്നു വി.ഡി. സതീശൻ്റെ നിലപാട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി കസേരയിലെത്തിയാൽ പെരുന്നയിലെത്തി വരവറിയിക്കുക ഒരു നടപടിക്രമമാണ്. അതുപോലെ തന്നെ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളിയുടെ വസതിയിലെത്തി അനുഗ്രഹം വാങ്ങുന്ന പതിവും നമ്മൾ കണ്ടിട്ടുണ്ട്. വി.ഡി. സതീശൻ എന്ന നട്ടലുള്ള നേതാവ് പക്ഷെ സുകുമാരൻ നായരുടെ തിണ്ണ നിരങ്ങാൻ പോയില്ല. പെരുന്നയിലെ അരമനയിലെത്തി തനിക്ക് അനുഗ്രഹം വേണ്ട എന്ന് കട്ടയ്ക്ക് നിലപാടെടുത്തു സതീശൻ. എപ്പോഴെങ്കിലും സതീശനൊന്ന് വഴങ്ങുമെന്ന് സുകുമാരൻ നായർ പ്രതീക്ഷിച്ചു. എന്നാൽ സതീശൻ അങ്ങ് വഴങ്ങുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് പലവട്ടം സതീശനെ പഴത്തോലിട്ട് വീഴ്ത്താൻ പഠിച്ച പണി 18 പയറ്റിയിരുന്നു സുകുമാരൻ നായർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ മുറുകിയപ്പോൾ അന്ന് സുകുമാരൻ നായർ പിന്തുണച്ചത് വി.ഡി. സതീശനെയല്ല. ഇക്കാര്യത്തിലൊക്കെ വി.ഡി. സതീശന് കൃത്യമായ ബോധ്യമുണ്ട്. തന്നെ പിന്തുണയ്ക്കാത്ത, തനിക്കൊപ്പം നിൽക്കാത്ത സുകുമാരൻ നായരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന് അടുപ്പക്കാരോടൊക്കെ സതീശൻ പറഞ്ഞു. എല്ലാറ്റിനും ഒടുവിലിതാ പെരുന്നയിൽ നിന്ന് ചില പൊട്ടിത്തെറികൾ കേൾക്കുന്നു. NSSൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ദൂതൻ വഴി 2 തവണ താൻ സമീപിച്ചു എന്ന് പെരുന്നപ്പോപ്പ് സുകുമാരൻ നായർ തുറന്നു പറയുന്നു. 2 തവണ ദൂതൻ വഴി മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടും തന്നെ ഒന്ന് കാണാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല. ഔദാര്യത്തിന് വേണ്ടിയല്ല, സമുദായത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് ചെന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൻ്റെ കൂടി കാര്യമൊന്ന് സംസാരിക്കാൻ. സതീശൻ തികഞ്ഞ അഹങ്കാരിയാണ്. ഇനി കാലുപിടിക്കാൻ തങ്ങളെ കിട്ടില്ല എന്ന് സുകുമാരൻ നായർ കട്ടയ്ക്ക് പെരുന്നയിൽ വെച്ചിന്ന് ബോർഡ് അംഗങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വെറും അഹങ്കാരിയാണ്. മുഖ്യമന്ത്രിയുടെ കാലുപിടിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിൽ തന്നെ അയാൾ മുന്നോട്ട് പോകട്ടെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ മറുപടി പറയവേ സുകുമാരൻ നായർ കലിപൂണ്ട് വിറയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നിഷേധിച്ചതാണ് സുകുമാരൻ നായരെ ഇത്ര കണ്ട് ചൊടിപ്പിച്ചത്. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ഒരു നിവേദനത്തിൻ്റെ തുടർച്ചയെന്നോണം പുതിയ സർക്കാരുമായി ചില കൂടിയാലോചനകൾ നടത്താൻ NSS തീരുമാനിച്ചിരുന്നു. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ തന്നെ കിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് കട്ടയ്ക്ക് പറഞ്ഞ വി.ഡി. സതീശൻ ഇപ്പോഴിതാ മുഖ്യമന്ത്രി ആയതിനു ശേഷവും സുകുമാരൻ നായരുടെ നേർക്ക് മുഖം തിരിക്കുന്നു. വി.ഡി. സതീശൻ മുൻപ് പെരുന്നയിലെത്തി മണിക്കൂറുകളോളം തിണ്ണ നിരങ്ങിയ ആളാണ് എന്ന് സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഉലച്ചുകൊണ്ടാണ് ഇപ്പോൾ പെരുന്ന കട്ടയ്ക്ക് പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശൻ കടന്നു വരുമ്പോൾ സതീശന് കിട്ടിയ മുഖ്യ പിന്തുണ മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും. ഇതിനെതിരെ സുകുമാരൻ നായർ അന്ന് കട്ടയ്ക്ക് പ്രതികരിച്ചിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നടന്ന വാർഷിക ബജറ്റ് യോഗത്തിന് ശേഷം അവിടെ വന്ന സമുദായ നേതാക്കളോട് സുകുമാരൻ നായർ പലതും തുറന്നു പറഞ്ഞു. സതീശന് തികഞ്ഞ അഹങ്കാരമാണ്. സുകുമാരൻ നായരും സതീശനും തമ്മിലുള്ള പോര് ഒരു വശത്ത് മുറുകുന്നു. മറുവശത്ത് ഏതെങ്കിലും തലത്തിൽ സുകുമാരൻ നായർക്ക് മുന്നിൽ താൻ വിധേയനായി എന്നൊരു തോന്നലുണ്ടായാൽ തന്നെ പിന്തുണച്ച മുസ്ലിം സമുദായവും മുസ്ലിം ലീഗുമൊക്കെ അകൽച്ച കാട്ടുമെന്നും സതീശൻ ഭയക്കുന്നു. മുൻപ് പലപ്പോഴും ഭരണകൂടവുമായി സമദൂര ശൈലിയാണ് NSS പുലർത്തുന്നത്. NSS പോലെ ഒരു പ്രബല സമുദായ സംഘടനയുടെ അത്യുന്നത നേതാവ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിട്ടും 2 തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കുന്നു. ഇത് പെരുന്നയെ വല്ലാതെ അവഗണിക്കുന്നു എന്ന് തോന്നൽ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് വൈകാരികവും എന്നാൽ അത്ര തന്നെ ശക്തവുമായ ഭാഷയിലാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. പുതിയ സർക്കാരിൻ്റെ നിലപാട് സമുദായത്തോടുള്ള വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരെ പരസ്യമായ നിലപാടുകളിലേക്ക് കടക്കാൻ NSS തീരുമാനിച്ചു. മുഖ്യമന്ത്രിയോടുള്ള അമർഷം പരസ്യമായി രേഖപ്പെടുത്തുക മാത്രമല്ല, വി.ഡി. സതീശനെതിരെ വ്യക്തിപരമായ കടന്നാക്രമണത്തിനും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സതീശനും സുകുമാരൻ നായരും തമ്മിൽ തുടങ്ങിയ വാക്പോര് ഇപ്പോൾ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നു. സമുദായത്തെയും അതിൻ്റെ നേതാക്കളെയും അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് വച്ചുപൊറുപ്പിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ് സുകുമാരൻ നായർ സതീശന് നൽകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ NSS സെക്രട്ടറി പരസ്യമായി രംഗത്ത് വന്നത് ഭരണമുന്നണിയിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി.
സതീശൻ്റെ NSSനോടുള്ള നിലപാടിനെതിരെ വലിയ വിയോജിപ്പുള്ള നേതാവാണ് KC വേണുഗോപാൽ. സമുദായ സംഘടനകളെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറ ഇളക്കുമെന്ന് ഒരു വിഭാഗം പറയുന്നു. KPCC നേതൃത്വം തന്നെ NSSുമായി അനുരഞ്ജന ചർച്ചകൾക്ക് വഴി തേടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരം നിലപാടുകൾ. ഇത് ധാർഷ്ട്യമല്ലെങ്കിൽ മറ്റെന്ത് എന്ന ചോദ്യം NSS നേതൃത്വം ഉയർത്തുന്നു. എന്നാൽ സതീശൻ്റെ നിലപാടിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. മറുവശത്ത് സതീശൻ്റെ ഇരട്ട ചങ്ക് ഒരിക്കൽ കൂടി വ്യക്തമായി അദ്ദേഹത്തിന് ഇതൊരു പൊൻതൂവലാണ് എന്ന ശക്തമായ കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ഒരു വശത്ത് സുകുമാരൻ നായർ, മറുവശത്ത് വെള്ളാപ്പള്ളി നടേശൻ. എക്കാലത്തും ഭരണകൂടം പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന രണ്ട് പ്രബല സമുദായ നേതാക്കൾ. സുകുമാരൻ നായരെ ഒതുക്കി കൊട്ടയിലാക്കിയ അവസ്ഥയിലാണ് VD സതീശൻ്റെ ശൈലി. മറുവശത്ത് വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ ചില കർക്കശ നിലപാടുകൾ സർക്കാർ എടുത്തിരിക്കുന്നു. ഏറെ വിവാദമുണ്ടാക്കിയ മൈക്രോ ഫിനാൻസ് സാമ്പത്തിക ക്രമക്കേട് കേസിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ ഔദ്യോഗിക അംഗീകാരം നൽകി. കുറ്റപത്രം തയ്യാറായ വിവരം വിജിലൻസ് അധികൃതർ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചു. 2014 വയനാട് SNDP യൂണിയന് 10 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിലാണ് ആദ്യ കുറ്റപത്രം. കേസിൽ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, വയനാട് യൂണിയനിലെ പ്രമുഖ ഭാരവാഹികൾ, ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ പ്രതിപ്പട്ടികയിലുണ്ട്. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഗുരുതര വകുപ്പുകൾ. വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷൻ അനുമതിക്കായി വിജിലൻസ് അപേക്ഷ നൽകും. വെള്ളാപ്പള്ളിക്കെതിരായ 2 കേസുകളിൽ കൂടി അന്വേഷണം പൂർത്തിയാകാനുണ്ടെന്നും 70ഓളം കേസുകളിൽ ഇപ്പോഴും വിപുലമായ അന്വേഷണം തുടരുകയാണെന്നും അധികൃതർ പറയുന്നു. ചുരുക്കത്തിൽ മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിയെയും അങ്ങ് ചുരുട്ടിക്കൂട്ടും. ഭരണപരിഷ്കാര കമ്മീഷൻ മുൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ 2016 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സാധാരണക്കാരായ സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതികൾ ചമച്ച് SNDP യോഗം വഴി കോടികൾ വായ്പയെടുത്ത് അട്ടിമറിച്ചു എന്നതാണ് പ്രധാന ആരോപണം. കുറ്റകരമായ ഗൂഢാലോചനയിലൂടെയും സാമ്പത്തിക തിരിമറിയിലൂടെയും ഏകദേശം 15 കോടി രൂപയുടെ തട്ടിപ്പ്. വെള്ളാപ്പള്ളിക്കെതിരായ അന്വേഷണം ഹൈക്കോടതി വലിയ ഗൗരവതലത്തിലാണ് കൊണ്ടുപോകുന്നത്. വെള്ളാപ്പള്ളി വിജിലൻസിലിട്ട് ചുരുട്ടിക്കൂട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു. മറുവശത്ത് സുകുമാരൻ നായർക്കെതിരെയും കട്ടയ്ക്ക് നിലപാടെടുത്ത് VD സതീശൻ. ചുരുക്കത്തിൽ 2 പ്രമുഖ സമുദായ നേതാക്കളെയും കോട്ടയിലാക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.